സൈക്കോലോ രചന ആശാദേവി. അവതരണം സാലിം കരുളായി. ജഗൻ സേതുവിനെ ചെറിയ പുഞ്ചിരിയോടെ നോക്കി. അവൻ്റെ മിഴികൾ നിറഞ്ഞു കലങ്ങി. ആര് പറഞ്ഞു സേതു ഞാൻ അന്വേഷിച്ചില്ലെന്ന്? അവൻ്റെ ചോദ്യം കേട്ട് സേതുവിൻ്റെ മിഴികൾ കുറുകി. സത്യം അന്വേഷിച്ചെങ്കിലും ഞാൻ നിരപരാധിയാണെന്ന് മനസ്സിലാകില്ലേ? എന്നെ പറ്റിക്കാൻ ശ്രമിക്കുവാണോ? കൊള്ളാം, പുതിയ കഥ വളരെ നന്നായിട്ടുണ്ട്. നോമ്പ് നിറഞ്ഞവളുടെ വാക്കുകൾ കേട്ട് ഇത്തവണ ജഗന് സങ്കടം തോന്നിയില്ല. ഞാൻ പറഞ്ഞ സത്യമാണ് സേതു. ഈ കഥയിൽ അറിയാതെ ഇരയായവളാണ് നീ. അതുപോലെ ഞാനും. നിനക്കറിയോ, ഞാനും സേനും കൂടിയാണ് കാര്യങ്ങൾ അന്വേഷിച്ചത്. അന്ന് ഞങ്ങൾ അറിഞ്ഞത് നീ ആ കാർത്തികയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതെന്നാണ്. അവൻ അവളെ ഒന്ന് നോക്കി. ഇതൊക്കെ താൻ നേരിട്ട് കേട്ടതിൽ നോക്കി സേതു കെറുവോട് അവനിൽ നിന്ന് മുഖം തിരിച്ചു. അന്നതൊക്കെ അറിഞ്ഞപ്പോൾ ഞാനാകെ ഷോക്കിലായിപ്പോയി. എൻ്റെ കൺമുമ്പിൽ വളർന്ന കുട്ടിയല്ലേ നീ. നിന്നെ എനിക്കറിയാം. ഒരിക്കലും നീ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു. പതിയെ ബെഡിലേക്ക് ഇരുന്നവൻ സേതുവിനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും സേതുവിൻ്റെ കണ്ണുകൾ വീണ്ടും നിറയുന്നത് അവൻ അറിഞ്ഞു. ഇഷ്ടമായിരുന്നു എനിക്ക് നിന്നെ. പക്ഷേ ആ ഇഷ്ടത്തിന് ഞാനൊരു പേരിട്ടിരുന്നില്ല. പിന്നെ എനിക്ക് വന്ന കഥകൾ, അതിലൂടെ ഞാൻ ആ അജ്ഞാത പെൺകുട്ടിയെ പ്രണയിച്ചു. അവളെൻ്റെ ജീവനായി കണ്ടുപോയി. അതോടെ നിന്നെ വിട്ടെൻ്റെ ചിന്തകൾ ആ കത്തിലൊതുങ്ങി. ഒരു ദിവസം ആ കത്തുകളുടെ ഉടമയെ ഞാൻ കയ്യോടെ പിടികൂടി. കാർത്തിക പറഞ്ഞുകൊണ്ടവൻ തൻ്റെ മിഴികൾ അടച്ചു. ഞാനൊരിക്കലും അവൾ ആ സ്ഥാനത്ത് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ നിന്നെ നല്ല സംശയം ഉണ്ടായിരുന്നു. കാർത്തുവാണ് എൻ്റെ പ്രണയം മനസ്സിലായപ്പോൾ ആദ്യൽപ്പം നിരാശ തോന്നിയെങ്കിലും പിന്നെ ഞാൻ അവൾ അംഗീകരിച്ചു. അതോടെ നിന്നോടുള്ള സ്നേഹം സാഹോദര്യമാണെന്ന് ഞാൻ സ്വയം പറഞ്ഞുറപ്പിച്ചു. സേതുവിനെ കേൾക്കുകയായിരുന്നു. അവന് പറയാനുള്ളതൊക്കെയും തനിക്ക് അറിയണമെന്നൊരു വാശിയോടെ തന്നെ അവൾ അവനെ നോക്കി. നെയ്യാണ് കാർത്തികയുടെ കൊലയാളിയെന്ന് അറിഞ്ഞിട്ടും അത് വിശ്വസിക്കാൻ എനിക്ക് പറ്റിയില്ല. അവൾ അവനെ പുച്ഛത്തോടെ നോക്കി. സേനൊരു വിധമാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായും അവൻ കേസ് കൊടുത്തേനെ. അങ്ങനെയെങ്കിൽ നിന്നെ ആർക്കും രക്ഷിക്കാനാകുമായിരുന്നില്ല. ഇത്തവണ സേതുവിനെ ദേഷ്യത്തോടെ നോക്കി. നീ നോക്കണ്ട. ആ നോട്ടത്തിൻ്റെ അർത്ഥം എനിക്ക് ഊഹിക്കാം. പോലീസ് അന്വേഷിച്ചെങ്കിൽ അന്നേ നീ നിരപരാധിയാണെന്ന് തെളിഞ്ഞേനെ അല്ലേ? അവൾ അതേന്ന പോലെ അവനെ നോക്കി. എങ്കിലും നിനക്ക് തെറ്റി ചെയ്തു. എൻ്റെ പഴയൊരു ഫ്രണ്ടുണ്ട് സുരേഷ്. ആള് പോലീസിലായിരുന്നു. എൻ്റെ സങ്കടം ഞാൻ അവനോട് പറഞ്ഞു. എന്നെ സഹായിക്കണമെന്ന് ഏറ്റു. സേനൻ പോലും അറിയാതെ ഞാൻ നടത്തിയെന്ന്. സേതു കണ്ണുകൾ കുറുക്കി അവനെ നോക്കി. അങ്ങനെ കാര്യങ്ങൾ പോലീസ് ബുദ്ധിയിൽ അന്വേഷണം നടത്തി കഴിഞ്ഞ് അവൻ എന്നെ വന്ന് കണ്ടു. ജഗന്റെ ഓർമ്മകൾ ആ ദിവസത്തിലേക്ക് പോയി. സുരേഷുമായി പാർക്കിലെ ഒഴിഞ്ഞൊരിടത്തിരിക്കുകയായിരുന്നു ജഗൻ. നോക്ക് ജഗ, കാര്യങ്ങൾ വളരെ വഷളാണ്. ഞാൻ അന്വേഷിച്ച തെളിവുകളും സാക്ഷികളെല്ലാം സേതുലക്ഷ്മിക്ക് എതിരാണ്. ഈ കേസ് കോടതിയിൽ പോയ ഉറപ്പായ ആ പെൺകുട്ടി ശിക്ഷിക്കപ്പെടും. സുരേഷ് ഉറപ്പിച്ച് പറഞ്ഞു. എടാ അവള്. ജഗൻ എപ്പോഴും വിശ്വാസം വരാത്ത പോലെ അവനെ ദയനീയമായി നോക്കി. കോളേജിലൊരു പയ്യൻ വഴിയാ സേതു കാര്യങ്ങൾ നീക്കിയിരുന്നത്. അത് സ്വന്തം ഫോണിലൂടെ. പക്ഷെ ആ പയ്യനോട് അവൾ പറഞ്ഞത് താൻ കാർത്തികയാണെന്നാണ്. അവനാണെങ്കിൽ ഇപ്പൊ നാട്ടിലില്ല. അച്ഛൻ്റെ കൂടെ ലണ്ടനിൽ പോയി. എന്നിട്ട് അവൻ എങ്ങനെ അവളെ സഹായിച്ചു? ജഗൻ അല്പം ടെൻഷനോടെ കാര്യം തിരികെ. ആ പയ്യനെ അവൾക്ക് കൊലയാളികളെ ഏർപ്പാടാക്കി കൊടുത്തത്. അവൾ ആരും അറിയാതെ കാർത്തികയുടെ ഫോട്ടോ അവൾക്ക് കൈമാറി. അന്നാണ് കാർത്തികയുടെ ചേട്ടൻ സേനൻ യാദർശികമായി അത് കണ്ട് വീഡിയോ എടുത്ത് നിനക്ക് അയച്ചു തന്നത്. അത് ഈ കേസിന്റെ പ്രധാന തെളിവാണ്. പിന്നെ ഞാൻ എല്ലാവരെയും ചോദ്യം ചെയ്തു. സേതു തന്നെയാണ് അവരെ സമീപിച്ചത്. ആ ഗുണ്ടകളെല്ലാം സമ്മതിച്ചിട്ടുമുണ്ട്. അയാൾ പറഞ്ഞു നിർത്തി. അപ്പോ ഇതൊക്കെ സേതു തന്നെയാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജഗൻ സങ്കടത്തോടെ ചോദിച്ചു. വിശ്വസിക്കണം. കാരണം എൻ്റെ അന്വേഷണം പിഴക്കില്ല. ഉറപ്പായും ആ പെൺകുട്ടി തന്നെയാണ് പ്രതി. മറ്റാർക്കും ആ പാവം കൊച്ചിനോട് പകയില്ല. സുരേഷ് ഉറപ്പിച്ച് പറഞ്ഞു. പിന്നെ എന്തിനാവും അവൾ ഇങ്ങനെയൊക്കെ ആ പാവത്തിനോട് ചെയ്തത്? ഇനി കാത്തു പറഞ്ഞിരുന്നത് പോലെ എന്നെ കിട്ടാൻ വേണ്ടിയാണോ അവൾ ഇത്ര ക്രൂരയായത്? ജഗൻ സങ്കടത്തോടെ ചോദിച്ചു പോയി. സേതുലക്ഷ്മി ഇതൊക്കെ ചെയ്തത് കാർത്തികയുടെ പ്രണയത്തെ സ്വന്തമാക്കാൻ വേണ്ടി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്കിടയിൽ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ കാണുന്നില്ല. ആ കാര്യത്തിൽ നിന്റെ സംശയം തന്നെയാണ് ശരിയെന്ന് എനിക്കും തോന്നുന്നു. എടാ എൻ്റെ കാർത്തു. ജഗന്റെ തൊണ്ടയിടുന്നു. നീ ഇങ്ങനെ വിഷമിച്ചിട്ടൊരു കാര്യമില്ല. നീ ഒരു കംപ്ലൈൻറ്റ് തന്നാ ആ സേതുലക്ഷ്മിയെ ഉറപ്പായി നമുക്ക് ശിക്ഷിക്കാം. സുരേഷ് ഉറപ്പിച്ച് പറഞ്ഞു. നോ, അത് വേണ്ട. എന്തോ അരുതാത്തത് കേട്ട പോലെ ഞെട്ടലോടെ തന്നെ ജഗൻ അത് നിഷേധിച്ചു. നീ എന്താടായി പറയുന്നേ? ഇത്രയൊക്കെ ചെയ്തവളെ നീ രക്ഷിക്കാൻ ശ്രമിക്കുവാണോ? അവൻ അല്പം ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു. തകർന്ന് പോകൂടാ. ഒരു കുടുംബം മുഴുവൻ ഇല്ലാതാകും. ഇവൾ ഒറ്റരുതി കാരണം ആ തറവാട്ടിലുള്ളവരൊക്കെ നാണം കെടും. അതിനേക്കാളൊക്കെ സേതു അവൾ കുഞ്ഞല്ലേടാ.
മനസ്സിൽ ഇനിയും തീരാത്ത അല്പം സ്നേഹത്തിന്റെ ബാക്കി പോലെ അവൻ ചോദിച്ചു പോയി. കുഞ്ഞ്, നിനക്കിനി എന്ത് തോന്നിയാലും ശരി, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അവൾ ഒന്നാം തരം ക്രിമിനലാണ്. ഒരു പോലീസുകാരന് കുറ്റവാളിയോടുള്ള അമർഷത്തോടെ തന്നെ അയാൾ പറഞ്ഞു. മനസ്സിലായി. എന്നാൽ അവളെ ജയിലിലൊന്നും വേണ്ടടാ, എനിക്ക് പറ്റില്ല. ഇതിപ്പോ കാർത്തൂൻ്റെ ഏട്ടന് പോലീസിലൊന്നും പരാതിക്ക് പോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് ജഗന് വല്ലാത്തൊരവസ്ഥയിലായി. നീ സ്നേഹിച്ച പെണ്ണിനെല്ലടാ പൊന്ന നായിന്റെ മോള് ഇല്ലാതാക്കിയത്. എന്നിട്ട് നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ സാധിക്കുന്നടാ? സുരേഷ് അല്പം ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു. ഇല്ല, അവളെ ഞാനങ്ങനെ വെറുതെ വിടില്ല. അവൾക്കുള്ള ശിക്ഷ അത് ഞാൻ കൊടുത്തോളാം. ഒരിക്കലും അവൾ എന്നിൽ നിന്ന് രക്ഷപ്പെടില്ല. പകയോടെ അവൻ മുരണ്ടു. നീ ഇത് വിട്ടേക്ക്, പുറത്താരൊന്നും അറിയണ്ട. സേതു, അവളെ ജയിലിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ജഗൻ സുരേഷിന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ഇനി ഞാനൊന്നും പറയുന്നില്ല, എല്ലാം നിന്റെ ഇഷ്ടം. സുരേഷ് അവിടുന്ന് പോയത് ജഗന്റെ മനസ്സ് വിരുമ്പി. ചലനമറ്റ് കുറച്ച് സമയം അങ്ങനെ തന്നെ നിന്നു. എല്ലാം കേട്ട് കഴിഞ്ഞത് സേതുവിനെ ഞെട്ടിലോടെ നോക്കി. നിന്നെ രക്ഷിക്കാൻ നിയമത്തിന് പോലും ആകുമായിരുന്നില്ല. പിന്നെയാണോ സാധാരണക്കാരനായ ഞാൻ? അതോടെ നീ തന്നെയാ കുറ്റവാളിയെന്ന് ഞാനും അടിയുറച്ച് വിശ്വസിച്ചു പോയി. അതിൽ എന്നെ തെറ്റ് പറയാനാകില്ല. കാർത്തിക അത്രയും ബുദ്ധിപരമായി തന്നെയാ കളിച്ചത്. ഇപ്പം മനസ്സിലായി നിനക്ക്? ഞാൻ അന്വേഷിച്ചു, കൃത്യമായി തന്നെ അന്വേഷിച്ചു. സേതു പകപ്പോടെ അവനെ നോക്കി. ദൈവം നിനക്കായി കരുതി വെച്ചിരുന്നൊരു കുഞ്ഞ് ആശ്വാസം അതായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ അവളുടെ ഡയറി. അതൊന്നുകൊണ്ട് മാത്രമാണ് നിന്റെ നിരപരാധിത്വം തെളിഞ്ഞത്. അങ്ങനെയൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ. ജഗൻ അർദ്ധോക്തിയിൽ പറഞ്ഞു നിർത്തിക്കൊണ്ട് അവളെ നോക്കി. എല്ലാവരും എന്നെ ചതിച്ചു. പ്രാണനെ പോലെ സ്നേഹിച്ചവന് സ്വന്തം പ്രണയിനിയെ കണ്ടെത്താനായില്ല. അവിടെയും ചതിക്കപ്പെടുന്ന ഞാൻ. ഒന്ന് കാര്യമായി അന്വേഷിച്ചെങ്കിൽ കാർത്തികയല്ല ഞാനായിരുന്നു നിങ്ങളെ സ്നേഹിച്ചെന്ന് കണ്ടെത്താമായിരുന്നു. എന്നാലും ഞാൻ അവളെ സ്വന്തം പോലെ കൊണ്ടു നടന്നതല്ലേ? എന്നിട്ട് അവളെന്നെ. കാർത്തൂനെയോർത്ത് സേതുവിന്റെ മനം പെടഞ്ഞിപ്പോയി. കൂടപ്പിറപ്പനെ പോലെ കൊണ്ടു നടന്നതായിരുന്നു സേതുവളെ. അവളുടെ ചതി അവൾക്ക് താങ്ങാനായില്ല. ഹൃദയം പടഞ്ഞു പോയൊരു നോവോട് അവൾ കുഴഞ്ഞ നിലത്തേക്ക് വീണുപോയി. കുഴഞ്ഞു വീണ സേതുവിനെ ജഗൻ ഓടി വന്ന് താങ്ങി പിടിച്ചു. അവന് വല്ലാത്ത ആദ്യം തോന്നി. ഇതിപ്പോ ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവൾ മാനസികമായും ശാരീരികമായും ഒരുപാട് തളർന്നിട്ടുണ്ട്. സേതു, അവൻ അവളുടെ കാവളി തട്ടി പതിയെ വിളിച്ചു. സേതു തളർച്ചയോടെ കണ്ണൊന്നും തുറന്നുകൊണ്ട് അവനെ നോക്കി. അവളുടെ കണ്ണിലെ ക്ഷീണം മനസ്സിലായതും അവൻ അവളെ ബെഡിലേക്ക് എടുത്തി കിടന്നതും ഭ്രാന്തമായൊരു ഗാഠനിദ്രയിലേക്ക് അവൾ പിഴുതി വീണു. പുറമെ ഇങ്ങനെയൊക്കെ ധൈര്യത്തോടെ അവൾ നേരിട്ടെങ്കിലും ഉള്ളുകൊണ്ട് അവൻ ആകെ പുകഞ്ഞു നിൽക്കുകയായിരുന്നു. പതി അവൾക്ക് അരികിലിരുന്ന് അവൻ അവളുടെ തലയിലൂടെ വാത്സല്യത്തോടെ ഒന്ന് തലോടി. അബദ്ധത്തിലാണെങ്കിലും ഞാൻ നിന്നോട് ചെയ്തതൊക്കെ വലിയ തെറ്റ് തന്നെയായിരുന്നു എനിക്കറിയാം. എന്നാൽ അതിൻ്റെ പേരിൽ എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താനാകില്ല സേതു. സ്വാർത്ഥത തന്നെ. എൻ്റെ പ്രണയം നീയാണെന്നറിഞ്ഞ നിമിഷം മുതൽ ഉരുകുവാൻ ഞാൻ. എനിക്ക് നിന്നെ വിട്ട് കളയാൻ സാധിക്കില്ല. ഒരിക്കലും ഞാനത് ചെയ്യില്ല. അവസാനമായി ഞാൻ നിന്നോട് ചെയ്യുന്ന തെറ്റിതായിരിക്കും. നിന്നൊരിക്കലും ഞാൻ വിട്ട് കളയില്ല പെണ്ണെ. ജഗൻ ഉറപ്പോടെ ഉറങ്ങിക്കിടക്കുന്നവളെ നോക്കി പറഞ്ഞു. എപ്പോഴും അവളോടൊപ്പം ഇരുന്ന് അവനൊന്ന് മയങ്ങിപ്പോയി. ഏറെ നേരം കഴിഞ്ഞാണ് സേതു മിഴികൾ തുറന്നത്. കട്ടിലിന്റെ ഒരറ്റത്തിൽ വലത് കൈയിൽ തലവെച്ച് മയങ്ങുന്നവനെ അവൾ നോക്കി. വല്ലാത്തൊരു ഭാവത്തോടെ അവൾ അവനൊന്ന് നോക്കി. ഇതേസമയം ജഗനും കണ്ണു തുറന്നു. തന്നെ നോക്കി ബെഡിലിരിക്കുന്നവളെ കണ്ട് അവൻ നേർമയിലൊന്ന് പുഞ്ചിരിച്ചു. എന്താടി ഉണ്ടക്കണ്ണി? കുടുംബോടെ ചോദിച്ചുകൊണ്ട് അവൻ അവളൊന്ന് ചേർത്ത് പിടിച്ചു. അവളെ പിടിച്ചത് മാത്രമേ അവന് ഓർമ്മ വന്നുള്ളൂ. തലക്കാകെ ഒരു പെരുപ്പ് തോന്നി. ഞെട്ടിലോടെ അവൻ തലയിൽ അമർത്തി പിടിച്ചുകൊണ്ട് മുഖമുയർത്തി പകപ്പോടെ സേതുവിനെ നോക്കി. കയ്യിലൊരു കനത്ത ബോട്ടിലുമായി ഭദ്രകാളിയെ പോലെ നിൽക്കുന്ന സേതുവിനെ കണ്ട് അവൻ്റെ മിഴികൾ തുറച്ചു പോയി. ആ ബോട്ടിൽ കൊണ്ട് അവൾ തന്നെ പ്രഹരിച്ചെന്നോർക്കെ അവൻ ആകെ വല്ലാതെയായി. തൊട്ടു പോകരുതെന്നെ, നിനക്ക് നാളുണ്ടോടാ ചേറ്റേ? സേതു ചൂണ്ടുവിരൽ ഉയർത്തി അവന് നേരെ വിറയോടെ നിന്നതും അവൻ്റെ മുഖം വിളറിപ്പെടുത്തു. ആദ്യമായാണ് സേതു അവനോട് ഇങ്ങനെ ബഹുമാനമില്ലാതെ സ്നേഹമില്ലാതെ. അതോർക്ക് അവൻ്റെ ഹൃദയം ഒന്ന് വിറച്ചു പോയി. സേതു, വേണ്ട, ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത്. സേതുലക്ഷ്മി, അതാ എൻ്റെ പേര്. അവൾ വീറോടെ പറഞ്ഞതും അവൻ അവളെ സങ്കടത്തോടെ നോക്കി. ഒന്നുറങ്ങി എഴുന്നേറ്റ് അവൾ തൻ്റെ പഴയ സേതുവാകുന്നു വെറുതെയെങ്കിലും അവൻ മോഹിച്ചിരുന്നു. എന്താടി നിനക്ക്? ഞാൻ എല്ലാത്തിനും നിന്നോട് ക്ഷമ ചോദിച്ചില്ലേ? എൻ്റെ ഭാഗം എല്ലാം ഞാൻ വ്യക്തമാക്കിയില്ലേ? എന്നിട്ട് എന്തിനാ ഈ ദേഷ്യം? അവളുടെ കണ്ണുകളിൽ ഇന്ന് തന്നോടുള്ള പ്രണയമില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഒരു തരിപ്പിലാണ് അയാൾ. ക്ഷമയോ? നിനക്കോ? ഒരിക്കലും ഇല്ല. സേതു പ്ലീസ്, ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം. എന്നോടൊന്ന് ക്ഷമിക്ക്. നീ പറ്റിപ്പോയടോ, ഒന്നും മനസ്സിലാക്ക്. അവൻ അത്രയും താഴ്മയെ അവൾക്ക് മുന്നിൽ കേട്ടു. ഞാൻ എന്ത് ചോദിച്ചാലും തരുമോ? കണ്ണുകളിൽ വല്ലാത്തൊരു തരം പക നിറച്ചുകൊണ്ട് അവൾ അവനെ നോക്കി ചോദിച്ചു. തരാം.
നിന്നെ വേദനിപ്പിച്ചതിന് പകരമായി ജീവൻ വേണമെങ്കിൽ ഞാൻ തരും. ഈ വെറുപ്പ് അത് വേണ്ടടോ. എന്തോ വല്ലാതെ നോവുന്നടി. ചുവന്ന കണ്ണുകളോട് അവൻ അവളോട് പറഞ്ഞു. എന്നാൽ ഇതൊന്നും കേട്ടിട്ട് സേതുവിന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എനിക്ക് ഡിവോഴ്സ് വേണം. അവളുടെ കടുപ്പമേറിയ വാക്കുകൾ കേട്ട് ഹൃദയം നിലച്ച പോലെ അവൻ അവളെ തുറച്ചു നോക്കി.